സംസ്ഥാനത്ത് ശമനമില്ലാതെ പകർച്ചവ്യാധി വ്യാപനം. ഇന്ന് മാത്രം വിവിധ പകർച്ചവ്യാധികൾ ബാധിച്ച് 8 പേരാണ് മരിച്ചത്. ഇന്ന് ഒരാൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. പകർച്ചവ്യാധി കണക്കുകൾ കൈമാറാൻ സ്വകാര്യ ആശുപത്രികൾക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. വിവിധ പകർച്ചവ്യാധികൾ ബാധിച്ച് ഇന്ന് സംസ്ഥാനത്ത് 8 പേർ മരിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ഈ മാസം 166 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. കൂടാതെ ഇന്ന് 70 പേർക്ക് ഡെങ്കിപ്പനിയും 3 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്താനും പകർച്ചവ്യാധി കലണ്ടർ തയ്യാറാക്കാനും സർക്കാർ തീരുമാനമുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാടായി സ്വീകരിച്ചിട്ടുണ്ട്. പുതിയ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ചുമതലയേറ്റതിനു ശേഷം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം, ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അതിൽ നമ്മുടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള നിലപാട് സർക്കാർ സ്വീകരിക്കുന്നതായിരിക്കും. നിലവിൽ സർക്കാർ ആശുപത്രികളിലെ പകർച്ചവ്യാധി ബാധിതരുടെ കണക്ക് മാത്രമാണ് പുറത്തു വരുന്നത്. സ്വകാര്യ ആശുപത്രികളിലും നിരവധി പേർ എത്തുന്നുവെന്നാണ് വിവരം. ഇതോടെ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും കണക്കെടുക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. ഇതിനായി വകുപ്പുകളിൽ നിന്ന് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.